എല്ലാവർക്കും AFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമുക്ക് എല്ലാവരും പൂരിയൊക്കെ കഴിച്ചിട്ടുള്ളത്. നമ്മളൊരു പൂരി ഉണ്ടാക്കാൻ പോവുകയാണ്. പക്ഷേ നമ്മൾ സാധാരണ കഴിക്കുന്ന പൂരിയല്ല, ഇതൊരു വെറൈറ്റി പൂരിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ പൂരി. തീർച്ചയായും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ സാധാരണ പൂരി അല്ലാതെ ഈ പൂരി തന്നെ ആയിരിക്കും വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അതിനായി ആദ്യം ഒരു ബൗളിൽ ഒരു കപ്പ് റവ എടുത്തിരിക്കുന്നത്, ഒരു കപ്പ് തിളച്ച വെള്ളം, നമ്മൾ റവ അളന്ന അതേ കപ്പ് തന്നെയാണ്, ഒരു കപ്പ് വെള്ളം മതിയാവും. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. 15 മിനിറ്റ് അടച്ചു വെക്കാം. പിന്നെ അതിലേക്ക് വേണ്ട ചില മസാലകൾ വേണം. കുറച്ച് മല്ലിച്ചപ്പ്, ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്, വലിയ സൈസല്ല, നോർമൽ സൈസാണ്. പിന്നെ ചില്ലി, ക്രഷ്ഡ് ചില്ലി, പിന്നെ കസൂരി മേത്തി, അത് ഓപ്ഷനിലാണ്. പിന്നെ കുറച്ച് ജീരകം. ഇത്രയും സാധനം നമുക്ക് ആവശ്യമുണ്ട്. വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് നല്ല തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കണം. നമ്മുടെ റവ ഒന്ന് നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് അതിനത് ശരിക്കൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക. വെള്ളമൊക്കെ നന്നായിട്ട് അതിൽ സോക്കായിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മല്ലിച്ചപ്പും പിന്നെ ജീരകവും കസൂരിമേത്തിയും എല്ലാം കൂടി ഇതിലേക്ക് ചേർക്കുക. എല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് വീണ്ടും ഇത് മിക്സ് ചെയ്യുക. എല്ലാം യോജിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച ഉരുളക്കിഴങ്ങ് വേവിച്ചത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക, ശരിക്കും മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു കപ്പ് ആട്ട, അതായത് ഗോതമ്പ് പൊടി, നമ്മൾ നേരത്തെ അളന്ന റവയൊക്കെ അളന്ന അതേ അളവിൽ തന്നെയാണ്. വെള്ളം, റവ, പിന്നെ ഗോതമ്പ് പൊടി എല്ലാം ഒരേ അളവായിരിക്കണം, അതിൽ മാറ്റം വരാൻ പാടില്ല. ഗോതമ്പ് പൊടി കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. കുറേശ്ശെ ഗോതമ്പ് പൊടി ഇട്ട് അങ്ങനെ ഒരു കപ്പ് ഫുള്ളായിട്ട് ഞാൻ ഇട്ടിരിക്കുകയാണ്. അതിന് ശരിക്കും അതൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റവ ഏതളവിലാണ് എടുക്കുന്നത് അതേ അളവിൽ തന്നെയാണ് നമ്മൾ വെള്ളവും ഗോതമ്പ് പൊടിയും, അതായത് ആട്ടയും എടുക്കേണ്ടത്. എന്നിട്ട് ശരിക്കും മിക്സ് ചെയ്യുക. പിന്നെ മസാലൻ്റെ അളവ് പ്രത്യേകമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനൊക്കെ അനുസരിച്ച് പച്ചമുളകൊക്കെ ഇടാം. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ എടുത്ത് തടവി കൊടുക്കുക. ഇനി നമ്മളിത് സോക്ക് ചെയ്യാൻ വെക്കേണ്ട, ഈ കണ്ടീഷനിലെല്ലാം നമുക്ക് ബോളാക്കി എടുക്കാം. ഒട്ടും അളവ് തെറ്റിക്കാൻ പാടില്ല. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള വലിപ്പത്തിലുള്ള ബോളാക്കി എടുക്കുക. ഞാനിത് 2-3 പ്രാവശ്യം ഉണ്ടാക്കി ഈ പൂരി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. നിങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ എടുത്ത് അല്ലെങ്കിൽ വാഴയിലായാലും മതി, ഇങ്ങനെ കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. നമ്മൾക്ക് ഈ ചപ്പാത്തിക്കോലിൻ്റെ ആവശ്യമൊന്നുമില്ല. കൈകൊണ്ട് തന്നെ ഇങ്ങനെ നൈസായിട്ട് നല്ല ഇതിൽ എടുക്കാൻ പറ്റും. ഒരുപാട് നൈസാക്കരുത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ്, ചപ്പാത്തിക്കല്ല പൂരിക്കാക്കുന്നത്. എല്ലാം കൂടി ഒന്നിച്ചാണ് ഞാനിത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം പിന്നെ എണ്ണ ചൂടാക്കി ഓരോന്നോരോന്ന് പരത്തേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് അത് നമുക്ക് സമയം ലാഭിക്കാം. അപ്പോൾ നമ്മളൊരു കടായിൽ എണ്ണ നന്നായിട്ട് ചൂടാക്കി, നമ്മളൊക്കെ പൂരിക്കൽ കണ്ടില്ലേ, നല്ല ഇട്ട് കൊടുക്കുക, ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല കിടിലം പൂരിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണിത്. ഇതിന് പ്രത്യേകിച്ച് കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വെറുതെ നമുക്ക് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ എരിവ് ഇഷ്ടമല്ലെങ്കിൽ ചില്ലി ഒക്കെ ഒഴിവാക്കാം, അത് നിങ്ങളിഷ്ടമാണ്. ടൊമാറ്റോ കെച്ചപ്പായാലും മതി, അല്ലെങ്കിൽ തൈരായാലും മതി. ഇതൊക്കെ സ്നാക്കായിട്ട് ചായക്ക് ഉപയോഗിക്കാം. നല്ല പൊങ്ങി വരുന്നുണ്ട്. ജസ്റ്റ് പൂരി പൊങ്ങുമ്പോൾ ഒരുപാട് അങ്ങനെ പെട്ടെന്ന് ഓട്ടോമാറ്റിക് പൊങ്ങില്ല. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും. കുറച്ച് പൂരി പെട്ടെന്നാവുന്നതാണ്. പക്ഷേ ഇത് 2-3 മിനിറ്റ് ഒരു മിനിറ്റ് 2 മിനിറ്റ് എടുക്കും. എന്തായാലും ഒരു ഗോൾഡൻ കളർ ആവണം, എന്നാലും അതിൻ്റെ ഒരു ശരിക്കും പെർഫെക്റ്റ് ആയി കിട്ടും. നല്ല ടേസ്റ്റുള്ള സാധനം. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട്, ലൈക്ക് ചെയ്യുക, കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ പൂരി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വീണ്ടും കാണാം.